അങ്ങനെ കോയമ്പത്തൂരിൽ നിന്നും നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ വന്നതാണ്. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ വന്നുകൊണ്ട് തന്നെ ഓടിച്ചാടി കയറി അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വരുന്നത് വരില്ല. അതൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ കണ്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആറുവിനുണ്ട് കൂടെ കോയമ്പത്തൂർ വാലേ. ആറിന് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് കേട്ടോ. ഞാൻ ഓഫാക്കില്ല മോനെ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ പോവാണ്. നമുക്ക് കുറച്ച് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ട് നോക്കണം, എന്നിട്ട് എടുക്കണം. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വരുന്നത്. അപ്പോൾ അന്നെ പറയണില്ല, അന്നെ ഞാൻ പറയും. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നു തോണ്ട അപ്പോൾ നമുക്ക് ഇനി കാണാം കേട്ടോ. നമ്മൾ കുറേ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ കിടന്നുറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ്. എനിക്ക് നമുക്ക് നേരെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് കാണാം ഗായ്സ്. തൃശ്ശൂർ ടു കോയമ്പത്തൂർ നമുക്ക് 160 രൂപ ടിക്കറ്റ് കിട്ടും. ഒരാൾക്ക് 80 രൂപ ടിക്കറ്റ്, സൂപ്പർ ഫാസ്റ്റ്. പിന്നെ നേരെ നമുക്ക് കുറച്ച് ട്രെയിനിലെ വിശേഷങ്ങളാണ് കേട്ടോ. തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ട്രെയിൻ എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റേഷനിൽ ട്രെയിൻ എടുത്ത് ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എവിടെയെന്ന് അറിയില്ല, എന്നാലും നമ്മൾ പോവുകയാണ്. അടിപൊളി തൃശ്ശൂർ. ബൈ ബൈ തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ പോകണ്ട. നമ്മളെ അതായത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ട്രെയിനിൻ്റെ വീഡിയോ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ചാനലിൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, പറഞ്ഞ വരി അടുത്ത വിശേഷങ്ങളായിട്ട് വരണം. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 5-6 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. 5-6 ഒരു 7 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും ഒരു ലോങ് ആയിട്ട് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട്. മുന്നേ ഒരവസരം നമ്മൾ ഫുള്ള് ട്രെയിനിൽ തന്നെ ആയിരുന്നു. മറ്റേ എറണാകുളമൊക്കെ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ ഫുള്ള് ട്രെയിനിൽ തന്നെ ആയിരുന്നിട്ട്. നല്ല നൊസ്റ്റാൾജിയുള്ള ഒരു വാഹനമാണ് നമുക്ക് ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മളെ വീട് പോലെ കണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു ട്രെയിൻ. അങ്ങനെ പ്രകൃതിയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനുണ്ടല്ലോ, അടിപൊളി. നല്ല വയലുകളും നല്ല കുളങ്ങളും പാടങ്ങളും തോടുകളും അരുവികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണ്ടല്ലോ. ട്രെയിനിൻ്റെ യാത്ര അടിപൊളി മനോഹാരിതമാണ് സുഹൃത്തുക്കളെ. സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. നല്ല കോച്ചിനൊക്കെ അടിപൊളി, വാഷ് ബേസും പൈപ്പും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബാത്റൂമും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അവിടെ കയറുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് കയറാൻ. നോക്കി നോക്കാം. നൈസായിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ ഒന്ന് നോക്കട്ടെ. അയ്യോ, ബാത്റൂമിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഭയങ്കര വലിയ അലമ്പൊന്നും പറയാലട്ടാ. ഇപ്പം കുറച്ചുകൂടി ബെറ്ററാണ്. ഇത് പുതിയ ബോഗിയാണോന്ന് അറിയില്ല. അത്യാവശ്യം ക്ലീനിലൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടി ക്ലീൻ ആക്കായിരുന്നു എന്നൊരു ഇത് മനസ്സിലുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ വൃത്തിമാനൊക്കെ ഉണ്ട്. പണ്ടത്തേനെക്കാട്ടൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അടിയിൽ ചെറിയൊരു വേസ്റ്റ് ബിന്നുണ്ട്, പിന്നെ വാഷ് ബേസിനുണ്ട്. പക്ഷെ എനിക്ക് മൂത്രയിക്കാൻ മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നമുക്ക് മൂത്രയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അറിയില്ല, അവരുടെ മൂത്രം നല്ല മൂത്രം തന്നെ. എന്നാലും അടുത്ത ലൊക്കേഷനിലെത്തിയിട്ട് അതാണ് നല്ലത്. ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഫാന്, അപ്പർ വർക്ക്, ലഗേജ് സ്പേസ്, സീറ്റ്. എന്താ പൊതുവെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോഴേ ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെയാണ് ഭയങ്കര രസമുള്ള യാത്ര ആയിരിക്കും ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്.
റെയിൽവേ ട്രാക്കിൻ്റെ മറ്റേ പാത്രത്തിൻ്റെ കമ്പികൾ കൊണ്ടുവന്നൊരു ഗുഡ്സ് ട്രെയിൻ ഉണ്ടാക്കി കിടക്കുന്നത്. അത്യാവശ്യം നീളമുണ്ട്. ഇതിന് തന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സെറ്റപ്പൊക്കെ കാണുന്നത് കേട്ടോ. വേറെ ചെറിയൊരു എടുക്കുന്നുണ്ട്. ട്രെയിൻ യാത്രകൾ എന്നും മനോഹരമായിരിക്കും. ഈയൊരു സംഭവം അനുവദിച്ചു കൊടുക്കരുത് ആരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുക്കാനുള്ള സ്ഥലമല്ല, ഇത് ആൾക്കാർക്ക് കയറാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം വളരെ മോശമാട്ടോ. ഒന്നും ചെയ്യാൻ പാടില്ല. ശരി, ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കേണ്ടി വരും. നോക്കാണ്ട് നമ്മളെ വണ്ടി പാതി വഴിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വണ്ടി ക്രോസിങ് ഉണ്ടാവും. അപ്പോൾ അത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു. സൂപ്പർ ഫാസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മറ്റു വണ്ടികൾക്കൊക്കെ വഴിമാറി കൊടുക്കേണ്ടി വരും. ഒരു 10 മിനിറ്റ് അടുക്കായിട്ടാണ് വണ്ടി ഇങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട്, വിട്ടിട്ടില്ല. അപ്പോൾ എത്ര സമയം വേണമെന്ന് അറിയില്ല. ഒരു വണ്ടി പാസ് ചെയ്യാണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. പാലക്കാട് ജംഗ്ഷൻ നമ്മുടെ സൗകര്യം ചെയ്യുന്നു. പിന്നെ പാലക്കാട് എത്തിയിട്ടുണ്ട്. പാലക്കാട് എത്തിയപ്പോഴേ ഇഷ്ടംപോലെ കച്ചവടക്കാർ. നമ്മൾ ഒരു 2 ചായയും 2 ഉഴുന്നോടയും മേടിച്ചു. കൊള്ളൊന്നുമില്ല, കൊള്ള വെച്ചൊന്ന് മേടിച്ചാണ്. 2 കൂടി 50 റുപ്യ. 30 റുപ്യ 2 ഉഴുന്നോട, പിന്നെ ചായ 10 റുപ്യ. ഇന്ത്യൻ റെയിൽവേസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഏകദേശം അടുക്കാനായിട്ടാണ്. കോയമ്പത്തൂർ നമ്മുടെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ റെയിൽവേസ്. ഫ്ലൈറ്റിലെ പോലെ തന്നെ ട്രെയിനിലും ഇറങ്ങാനുള്ള വികൃതിയിലാണ് എല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മളെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി കളികൾ മൊത്തം കോയമ്പത്തൂരിൽ. അങ്ങനെ ഇനി ഇറങ്ങാം. कोयम्बतूर रेलवे स्टेशन आपका स्वागत है. എങ്ങനെ
അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉണ്ട് അവിടേക്കുള്ള വഴി. മുകളിൽ കൂടെ ഒന്നല്ല കൂടുന്നില്ല, അണ്ടർഗ്രൗണ്ട് ആയിരിക്കും ഇവിടെയൊക്കെ. കോയമ്പത്തൂർ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ വന്നപ്പോൾ തന്നെ സംഭവം സൂപ്പറാണ്. ഓട്ടക്കാരൻ നോക്കണ്ട, ഓട്ടക്കാരൻ നമ്മൾ ചാമ്പ് ഓട്ടക്കാരൻ നേരെ മുകളിൽ കിട്ടാം. അത് കൊള്ളാലോ. എന്താ പക്ഷെ റെയിൽവേ സ്റ്റേഷനോട് അത്രയും വേണ്ടേ? എയർപോർട്ടും ട്രെയിൻ ഇത്ര വലിയ ട്രെയിനല്ലേ. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു SR കിട്ടി, ഒരു ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. പഴയ ഒരു ലോക്കാണ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കി നോക്കിയാൽ നമുക്ക് 37, 38, 9 നമ്പറൊക്കെ എഴുതിയിട്ട്. ഇത് സ്റ്റീം എഞ്ചിനായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. എന്താ ഡെമ്മിയാണോ പഴയതെടുത്ത് വെച്ചിരിക്കാന്നൊന്നും അറിയില്ല. അതാണ് എൻ്റെ അവസ്ഥ. കോയമ്പത്തൂർ നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ലോക്കോ ഇനി ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാർ ആകെ ചുറ്റിലും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, സെറ്റപ്പ് നോക്കാം. ബസ്സിൽ കയറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ബസ് നോക്കി നോക്കാം കേട്ടോ. ഇതോടോ ആകെ ഒച്ചപ്പാടും വേളമാണല്ലോ. കോയമ്പത്തൂർ, ഇതാണ് കോയമ്പത്തൂർ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ മാർക്കറ്റിലാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. കോയമ്പത്തൂർ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഏകദേശം 850 മീറ്ററാണുള്ളൂ നടന്നു വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗല്ലി മൊത്തം ഈ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മളവിടുന്ന് ആവശ്യക്കാരും വല്ലവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് തിരഞ്ഞു നോക്കി എടുക്കണം. പറ്റിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ വിഷ്വൽസ് കുറച്ച് എടുക്കാൻ പറ്റിയില്ല. ആൾക്കാർ തിരക്ക്, അവർ എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വിഷ്വൽസ് ഒന്നും നമുക്ക് വല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് പ്ലംബിങ് സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് നോക്കിയെടുക്കുക കേട്ടോ. നല്ല അടിപൊളി റേറ്റിന് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ വീടിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളും, അതായത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. നല്ല എമൗണ്ടിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടുതരാം കേട്ടോ. ഇത് ഈ ഏരിയയുടെ ലൊക്കേഷൻ വിട്ടുതരാം. ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, അതാണ് അടുത്ത പരിപാടി. പിന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള സാധനങ്ങൾ കിട്ടും. ചാത്തനും കിട്ടും, നല്ലതും കിട്ടും, ഒക്കെ കിട്ടും. കുറേ ഏജൻറ്റുമാർ നമ്മൾ പിന്നാലെ വരും, അവരെ എടുക്കാണ്ടിരിക്കുക. ഡയറക്റ്റ് കടക്കാരായിട്ട് തന്നെ ബന്ധപ്പെടുക, കാര്യം പറയാം, നല്ല സാധനം എടുത്ത് തരാൻ പറയാം. പിന്നെ ഡൂപ്ലി സാധനങ്ങളൊക്കെ കയറി വരുന്നുണ്ട്, മാക്സിമം ശ്രദ്ധിക്കുക. ഒക്കെ ജെനുവിനായിട്ടുള്ള കടകളിൽ കയറുക. പിന്നെ മാക്സിമം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഏജൻറ്റുമാർ പോലെ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. അവരെ കൂടെ പോയിട്ട് സാധനം എടുക്കാണ്ടിരിക്കുക. അവർക്ക് 50 to 20% ഒക്കെ പ്രോഫിറ്റാണ് ഒരു സാധനത്തിന്. ചാത്തൻ സാധനങ്ങൾ കയറ്റി വിടുന്ന പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയല്ലോ കേട്ടോ. അപ്പോൾ ആ പോയ ലൊക്കേഷനിലാണ് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുക. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ഏരിയ മൊത്തം ഇലക്ട്രിക്കലിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ നാട്ടിനെക്കാട്ടിയും നല്ല റേറ്റ് കുറവിന് സാധനങ്ങളുണ്ട്. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് കാര്യമുള്ളൂ, സിംഗിൾ പീസ് ഒന്നും എടുക്കുന്നവർക്ക് കാര്യമില്ല. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് കിട്ടാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം എനിക്ക് നല്ല മാറ്റം കിട്ടി കേട്ടോ. അതിൽ റേറ്റിൽ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ പറയുള്ളൂ. മാക്സിമം ഈ വീടിൻ്റെ പണികളുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത്രേ പറയുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്ര തന്നെ പറയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ തൃശ്ശൂർ കേട്ടോ. ഇവിടുത്തെ ട്രെയിനിങ് കാരണം തൃശ്ശൂർ പോകണം. സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്താ വിറ്റുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ ട്രെയിനൊന്നുമില്ല. ഇനിയിപ്പോൾ ട്രെയിന് വരണമെങ്കിൽ 10:30 മണി വന്നിട്ട് രാത്രി 10:30 വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിനുള്ളൂ. അവിടെ നിന്ന് സമയം കളയാൻ നേരമില്ലാത്തതുകൊണ്ട് നേരെ KSRTC പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടത്. തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റോട്ട് മുതൽ കഞ്ഞായ തിരക്ക്, ഒരു വോയിസ് പോലും ക്ലിയർ ഇല്ല. അതുകൊണ്ട് തന്നെ ഡബ് ചെയ്യേണ്ടി വന്നു. കണ്ടില്ല, ഈ കാണണ തിരക്ക്. കിട്ടണ ഗ്യാപ്പിലൊക്കെ ആൾക്കാർ ഉന്തിക്കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര രക്ഷ.
അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ സ്റ്റാൻഡിലെത്തി കിട്ടാം. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനുള്ള നമ്മളെ KSRTCയുടെ ബസ് തലയെടുപ്പോട് കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു KSRT സ്റ്റാൻഡിൻ്റെ ഓരോ ഔട്ടിലൊക്കെ. ഇവിടെ മീറ്റിംഗ് നടക്കുക അല്ലല്ല, ആൾക്കാർ വെയിറ്റിങ്ങിലിരിക്കുകയാണല്ലേ. വെയിറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. മോട്ടർ കഴിക്കണം, ചാടിക്കണം. എന്നിട്ട് നമ്മൾ തൃശ്ശൂർ ബസ്സിൽ കയറിങ്ങായിട്ട് തൃശ്ശൂർ. ഈ സമയത്ത് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് വളരെ അടിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു സൗണ്ട് ഫാസ്റ്റ് പാസഞ്ചർ ഏതാണ്. അങ്ങനെ നമുക്കൊരു കോട്ടയം വണ്ടി കിട്ടിയിട്ടുണ്ട്. കോട്ടയം വണ്ടി കിട്ടി. കയറിയിരുന്ന് ബാക്കിലത്തെ സീറ്റാണ് മുതലാളി ഇരുന്നിരിക്കുന്നു. നമ്മൾ ഇരുന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകട്ടോ. കോയമ്പത്തൂരിനോട് ഇവിടെ വന്നിട്ട് തൃശ്ശൂരിൻ്റെ മുന്നിലേക്ക് ശിവപൂരിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മളൊരു കോയമ്പത്തൂരിനോട് പറഞ്ഞ് കോയമ്പത്തൂർ സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ സ്വന്തം ആനവണ്ടി എത്തിയിരിക്കും. നേരെ തൃശ്ശൂർ. തിരക്കിൻ്റെ ഇടയിലായിരുന്നു, സമാധാനത്തിൻ്റെ പാതയിലൊക്കെ ആദ്യത്തെ തിരക്കൊക്കെ ശിവ ടെക്സ്റ്റൈൽസിൻ്റെ എനിക്ക് തുറക്കടോ. ഇത്ര ആൾക്കാർ ഡ്രസ്സ് എടുക്കാനൊക്കെ എന്താ പോവും, ഒന്നും പറയാലോ. എന്താ നടക്കുക, ഒച്ചപ്പാടും വേണോ, എന്തൊക്കെ വേണോ. സ്വന്തം ആനവണ്ടിയിൽ നിന്നും സൂപ്പർ ഫാസ്റ്റാണ്. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറല്ല, സൂപ്പർ ഫാസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ എത്തുന്ന പറയും. 2-2.5 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ എത്തുന്ന പറയും. അപ്പോൾ നമുക്ക് ഇത് വലിയ കുറവായി തോന്നി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വിളിച്ചോ. അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ സുഹൃത്തുക്കളെ.